നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ്സ്, മൂക്കന്നൂർ, അങ്കമാലി. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിൽ ഓൺലൈൻ ബുക്കിംഗ് നിർത്തി വിമാന കമ്പനികൾ. ലോകമെമ്പാടും സേവനങ്ങൾ നിലച്ചു. ലോകമെമ്പാടും മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിൽ. സ്ട്രൈക്ക് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് പിന്നാലെയാണ് മൈക്രോസോഫ്റ്റ് പ്രവർത്തനങ്ങൾ തകരാറിലായത്. ഇന്ത്യയിൽ ഉൾപ്പെടെ കമ്പ്യൂട്ടറുകൾ തകരാറിലായി. തകരാറിലായ കമ്പ്യൂട്ടറുകളിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ഇറർ മുന്നറിയിപ്പാണ് കാണിക്കുന്നത്. വിൻഡോസ് തകരാർ വിമാന സർവീസുകളിലെയും ബാധിച്ചിട്ടുണ്ട്. വിമാന കമ്പനികൾ ഓൺലൈൻ ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. അർജുനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. തെരച്ചിൽ മുടങ്ങിയത് അന്വേഷിക്കുമെന്ന് സുരേഷ് ഗോപി. അങ്കോള മണ്ണിടിച്ചിലിൽ തെരച്ചിൽ മുടങ്ങിയത് അന്വേഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അർജുനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനം ലഭ്യമാക്കേണ്ടതായിരുന്നു. അർജുനെ രക്ഷിക്കാനുള്ള പ്രവർത്തനം പുനരാരംഭിച്ചു. മണ്ണ് നീക്കി തുടങ്ങി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ആമയിഴഞ്ചാൻ അപകടം നടന്നപ്പോൾ തന്നെ ഫേസ്ബുക്കിലിട്ടു. വെറുതെ വന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല. ശശി തരൂർ. ആമയിഴഞ്ചാൻ തോട് അപകടത്തിൽ സ്ഥലത്തിൽ എത്താത്തതിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ MP. വെറുതെ വന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല, പരിഹസിച്ചോളൂ. എന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട്. അപകടം നടന്നപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും ശശി തരൂർ വ്യക്തമാക്കി. പന്നിയെ വെടിവെച്ച് പാകം ചെയ്ത് കഴിക്കും. വനം വകുപ്പിനെതിരെ വെല്ലുവിളി തുടർന്ന് CPIM ജില്ലാ സെക്രട്ടറി. വനം വകുപ്പിനെതിരായ വെല്ലുവിളി തുടർന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പന്നിയെ വെടിവെച്ച് കൊന്നു കഴിച്ചവർക്കെതിരെ കേസെടുക്കാൻ വന്നാൽ വനം വകുപ്പ് കൈകാര്യം ചെയ്യാനാണ് തീരുമാനമെന്ന് ഉദയഭാനു പറഞ്ഞു. കലഞ്ഞൂർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് CPIM നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉദയഭാനു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സംസ്ഥാനത്തെ 176 ആശുപത്രികൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം. മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ 2 ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതോടെ സംസ്ഥാനത്തെ 176 ആശുപത്രികൾ NQAS അംഗീകാരവും 77 ആശുപത്രികൾ പുന അംഗീകാരവും നേടിയെടുത്തു. 5 ജില്ലാ ആശുപത്രികൾ, 4 താലൂക്ക് ആശുപത്രികൾ, 9 സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, 41 അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, 117 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് NQAS അംഗീകാരം നേടിയിട്ടുള്ളത്. തർക്കത്തിൽ പുകഞ്ഞ UP BJP. നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് യോഗി. നിർണായക RSS BJP യോഗം നാളെ. ഉത്തർപ്രദേശ് BJPയിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെ RSS BJP സംയുക്ത യോഗം നാളെ തുടക്കം. കൻവർ യാത്ര നിയന്ത്രണങ്ങളിൽ സഖ്യകക്ഷികളിൽ നിന്നും എതിർപ്പുയർന്നെങ്കിലും നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. അതേസമയം മോഹൻ ഭാഗവതിന്റെ വിമർശനത്തോട് പരസ്യ പ്രതികരണം വേണ്ടെന്ന് BJP നേതൃത്വം നിലപാടെടുത്തു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ യോഗിക്കെതിരെ പടയൊരുക്കം ശക്തമാകുമ്പോഴാണ് നാളെയും മറ്റന്നാളുമായി നിർണായക RSS BJP യോഗം ലക്നൌവിൽ ചേരുന്നത്. എയർ ഇന്ത്യ വിമാനം വഴിതിരിച്ചുവിട്ടു. 225 യാത്രക്കാർ കുടുങ്ങിയത് റഷ്യയിൽ. പിന്നാലെ ആശ്വാസ സർവീസ്. റഷ്യയിലെ ക്രാസ്നോയാക്സ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കുടുങ്ങിയ യാത്രക്കാർക്കായി മുംബൈയിൽ നിന്നും എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാന സർവീസ്.
ദില്ലിയിൽ നിന്നും US-ലെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം റഷ്യയിലേക്ക് വഴിതിരിച്ചു വിട്ടതിനെ തുടർന്ന് യാത്രക്കാർ റഷ്യയിൽ കുടുങ്ങിയിരുന്നു. എയർ ഇന്ത്യയുടെ AI-183 നമ്പർ വിമാനമാണ് വഴിതിരിച്ചുവിട്ടത്. സാങ്കേതിക തകരാർ മൂലമാണ് നടപടിയെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരുന്നു. അർജുനെ രക്ഷിക്കണം, അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കർണാടകയിൽ മലയാളി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. തീരദേശ ഹൈവേ പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം, ഇങ്ങനെ ഒരു പാത എന്തിനെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്തെ പുതിയ തീരദേശ ഹൈവേ പദ്ധതിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയം UDF വിശദമായി ചർച്ച ചെയ്തുവെന്ന് പറഞ്ഞ അദ്ദേഹം DPR ഇല്ലാത്ത പദ്ധതിയാണിതെന്നും കുറ്റപ്പെടുത്തി. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല. ടൂറിസം വികസനം എന്ന പേരിൽ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. എന്താവശ്യത്തിനാണ് ഇങ്ങനെയൊരു റോഡ് എന്ന് സർക്കാർ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അർജുനെ കണ്ടെത്താൻ 4 ദിവസം ഒന്നും ചെയ്തില്ല. കർണാടക സർക്കാരിനെതിരെ വിമർശനവുമായി കെ സുരേന്ദ്രൻ. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ കർണാടക സർക്കാരിനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കർണാടക സർക്കാർ കേരളത്തോട് വിദ്വേഷപൂർണമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മണ്ണിനടിയിൽ പെട്ടുപോയ വാഹനത്തെയും അതിൽ കുടുങ്ങിയവരെയും സംരക്ഷിക്കാൻ കർണാടക സർക്കാരിന്റെ വിവിധ ഏജൻസികളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഒരു നടപടിയും അവർ എടുത്തില്ല. കർണാടക പോലീസിന്റെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നും അദ്ദേഹം വിമർശിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.